ഇത് 90 രൂപ. വെറും 90 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഓൾട്ടോ കേട്ടോ. 35 രൂപ കൊടുക്കാം. വെറും 35 രൂപയ്ക്ക് പുതിയത് പേപ്പറൊക്കെ പുതിയ. അപ്പൊ ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. ഓൾട്ടോന്റെ പ്രൈസിനാണ് കൊടുക്കാല്ലോ. വെറും 3,70,000 രൂപക്ക് ഒരു ഇന്നോവ. അത് ഇത്രയും നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നല്ല അടിപൊളിയാണ്. ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. വെറും 3,70,000 രൂപക്ക് അല്ല. നമുക്ക് 1.5 ചോദിക്കുന്നതിന് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 10 രൂപ കുറച്ച് കൊടുക്കാം. ഒരു ചെറിയ ചെലവിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 27 കിലോമീറ്റർ മൈലേജ് CMG കിട്ടും. 22 കിട്ടും അല്ലേ? 27 കിട്ടും. ഒരു ബൈക്ക് കൊണ്ടെടുക്കണം, ഒരു ബുള്ളറ്റ് കൊണ്ടെടുക്കണ മാതിരി കൊണ്ടെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര നമ്മൾ ചോദിക്കുന്നത്? 1.75 ഒരു ചെറിയൊരു സ്വിഫ്റ്റിന്റെ പൈസക്ക് അല്ലെങ്കിൽ 7 സീറ്റർ ഡീസൽ വണ്ടി ഉണ്ടാവാലോ. പെരുന്നാളിന് വേണ്ടി ഗംഭീര കളക്ഷനും മാക്സിമം വില കുറച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ ബഷീർക്ക? അപ്പൊ എല്ലാ വണ്ടിയിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ബഷീർഖാന്റെ വക. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരപ്പനങ്ങാടി കടന്നുള്ള ഓലപ്പിടികയാണ്. പൂരപ്പയ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ്, അതായത് പരപ്പനങ്ങാടി തിരൂർ റൂട്ടിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ ഈ പെരുന്നാൾക്ക് നിങ്ങൾ വണ്ടി നോക്കുന്നവർ നേരെ നമുക്ക് സാധാരണക്കാരന് പറ്റിയ വണ്ടി, അത് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് നമ്മൾ ബഷീർഖാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് പെരുന്നാളിന് ചെറിയ മഴ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ബഷീർക്ക, നമ്മള് പെരുന്നാളിന് അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. സാധാരണക്കാരന് പറ്റുന്ന അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. 7 സീറ്റർ കോളിങ്സ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ബിസ്മിന്റെ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണുന്ന മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിന്റെ താന്നൂരിന്റെ നടുവില് ഓലപ്പിടിക. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം സാധാരണക്കാരൻ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന അത്യാവശ്യം നല്ല വണ്ടികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷേ അപ്പം നമുക്ക് ആദ്യം 7 സീറ്റർ മുതൽ തുടങ്ങാമല്ലോ. ചെറിയ പൈസക്ക് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന 7 സീറ്റർ. അത് നമുക്ക് നല്ല കിടില ഒരു കോളീസ് ആണ്. KL1 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക? 2002 മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ള വണ്ടിയാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പറൊക്കെ 27 പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്കയാണ് വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നമുക്ക് സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ നമുക്ക് സെൻട്രൽ AC വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ടയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊന്നും പേടിക്കണ്ട അല്ലേ ബഷീർക്ക? അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ബഷീർക്ക? 1.75 ഒരു ചെറിയൊരു സ്വിഫ്റ്റിന്റെ പൈസക്ക് അല്ലെങ്കിൽ 7 സീറ്റർ ഡീസൽ വണ്ടി ഉണ്ടാവാലോ. അതൊരു കിലോ ഇന്നോവയാണ് അല്ലേ? ഒരു നല്ല ഡുൾ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി കളർ ടൂണ് കാര്യങ്ങള്, അലോയ്സ് ടൈപ്പ് 4 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2008 മോഡലാണ്. ഒരു പാർട്ടിനായിട്ട് ഇങ്ങനെ സംസാരിച്ച് വെച്ചിക്കണ്. പക്ഷെ നോക്കാം, നമുക്ക് 370 കിട്ടിയാൽ കൊടുക്കും. വെറും 3,70,000 രൂപക്ക് ഒരു ഇന്നോവ. അത് ഇത്രയും നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല അടിപൊളിയാണ്. ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. വെറും 3,70,000 രൂപക്ക് അല്ല. അടുത്ത ഞാൻ കിഡ്ലൻ നിസാന്റെ മൈക്രയാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും സ്പേസും ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത്രയും കാലമായിട്ടില്ല. ഏതായിരുന്നു മോഡലൊക്കെ എങ്ങനെയായിരുന്നു? 2011 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.25 1.30. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല മൈലേജും കിട്ടുന്ന നല്ല, അതും ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ല. റിയറിൽ വൈപ്പറും നമുക്ക് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, അത്യാവശ്യം നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും എല്ലാം വരുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടി. പക്ഷേ നമുക്ക് എത്ര രൂപയ്ക്കാണ് ചെയ്യാൻ പറ്റുന്നത്? 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ലോണ് ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെറുതായിട്ട് കിട്ടും, ചെയ്യാൻ പറ്റും. അടുത്തൊരു കിഡ്ലൻ ZNest, അത് റെഡ് ആണ്. ഇതെങ്ങനെയായിരുന്നു? 2008 VXi. ഇതൊരു 1 ലക്ഷം കൊടുക്കും. 1 ലക്ഷം രൂപക്ക് രജിസ്ട്രേഷൻ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് വരുന്നത്. നല്ല വണ്ടിയാണ്. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് ഒന്നും ചെയ്യിക്കാനില്ല. നേരെ നമുക്ക് എണ്ണടിച്ചങ്ങ് പോയാൽ മതി ഇല്ല ബഷീർക്ക? നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക്. അടുത്ത നമുക്കൊരു i20 സ്പോർട്സ്. അത് നമുക്ക് പെട്രോൾ ആണ്. 2010 ആണ്. 5 വർഷത്തെ പേപ്പർ പെടുത്തിക്കണേ. നല്ല ബോഡി വെയിറ്റും ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ? നല്ല വണ്ടിയാ. ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ്. പുതിയ പേപ്പർ ഒരു 140ക്ക് ലാസ്റ്റ് കൊടുക്കാം. 1.40 നമുക്ക്. പിന്നെ ബോണ്ടൊന്ന് കാണിക്കാലോ ബഷീർക്ക? കാണിക്കാം. നല്ല വണ്ടിയാ.
അതുകൊണ്ടാണ് ഇത് നോക്കി നിങ്ങള് ബാക്കിലാണ്. എഞ്ചിൻ റൂമൊക്കെ നോക്കി നിങ്ങള് ഇത്രയും കാലമായിട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ഉള്ള എഞ്ചിൻ റൂമാണ്. സോ ഒന്നും നോക്കാനില്ല. നമുക്ക് പക്ഷേ 1.5 ചോദിക്കുന്നതിന് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 10 രൂപ കുറച്ച് കൊടുക്കാം. 1.40 പുതിയ പേപ്പർ 5 കൊല്ലം പേപ്പറും. അടുത്തതാണ് ഒരു സ്വിഫ്റ്റ്. ഇത് ഡീസലാണോ? ഇത് പെട്രോൾ ആണ്, 2008 5 കൊല്ലം പേപ്പർ എടുത്തിക്കണ്. പിന്നെ ഇത് നമുക്കൊരു ഇതേമാതിരി ഒരു 1.40 കൊടുക്കാം. 1.40 ചോദിക്കണത്. VXI വണ്ടിയാണ്, പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഒരു റീപ്ലേസും ഇല്ല. ഒരു റീപ്ലേസും ഇല്ല. നമ്മള് ഒരു ഓൾട്ടോന്റെ പ്രൈസിനാണ് കൊടുക്കാല്ലോ. 1.40 ഓൾട്ടോന്റെ പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റൂല കൊടുക്കണത്. ഇതാണ് വാഗണറിന്റെ ഒരു 4 വണ്ടികളുണ്ട് അല്ലെ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ചെറിയ വിലക്ക്. ഓക്കെ. ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. അത് നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു ബഷീർക്ക മോഡല് കാര്യങ്ങൾ? 2 കൊല്ലത്തെ 5 കൊല്ലത്തെ പേപ്പർ എടുത്ത് 2010 മോഡല് 2010 മോഡല് 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. 1.80 അല്ലേ. നമുക്ക് ബഷീർക്ക ചെറുതായിട്ട് ലോണൊക്കെ ചെയ്തുകൂടാ? ലോണ് ഒരു ഉറുപ്പ്യൊക്കെ കിട്ടുള്ളൂ. ഒരു ഉറുപ്പ്യൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത്യാവശ്യക്കാരാണ് നമുക്ക് ചെറുതായിട്ടൊക്കെ ചെയ്യാലോ. അത്രേ കിട്ടുള്ളൂ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റാണ്. 1 പൈസക്ക് പുതിയ പേപ്പർ എടുത്ത് 5 കൊല്ലത്തെ പേപ്പർ എടുത്ത വണ്ടിയാണ് കേട്ടോ. ഞാൻ തൊട്ട് മുമ്പത്തെ ജനറേഷന് ഇതിന് പ്രത്യേകത ഉണ്ട്. നല്ല മൈലേജ് കിട്ടൂല ബഷീർക്ക. ഇത് CNG കയറ്റിക്കണേ. CNG കിറ്റ് കയറ്റിക്കണം. നമ്മൾ കിറ്റ് കയറ്റണമെങ്കിൽ 19 റുപ്യ നമുക്കിപ്പോ ചെലവാണ്. 5ന്റെ മുകളിൽ തന്നെ ചെലവാണ്. സോ നമുക്ക് CNG ഉള്ളതുകൊണ്ട് തന്നെ നല്ല മൈലേജും നല്ല സീറ്റ് കവർ എല്ലാം ഉള്ള വണ്ടിയാണ്. നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. സോ നമുക്ക് ഡെയിലി യൂസിന് ഒരു ചെറിയ ചെലവിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 27 കിലോമീറ്റർ മൈലേജ് CNG കിട്ടും. 22 കിട്ടില്ല, 27 കിട്ടും. ഒരു ബൈക്ക് കൊണ്ടെടുക്കണം, ഒരു ബുള്ളറ്റ് കൊണ്ടെടുക്കണ മാതിരി കൊണ്ടെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര നമ്മൾ ചോദിക്കുന്നത്? 1.30 കൊടുക്കാം. 1.30 CNG കിറ്റ് ചെയ്യണമെങ്കിൽ 1.30 അല്ലേ. ഇതാണ് നേരത്തെ നമ്മൾ കണ്ടിന്യൂ കളർ ചേഞ്ച് അല്ലേ. ഇതെങ്ങനെയായിരുന്നു റേറ്റ്? മോഡലാണ് ഇത്. 1.60 കൊടുക്കാം. 1.60. റിന്യൂവൽ ഈ വർഷം 12 മാസം അല്ലേ. അത് നേരത്തെ കണ്ട സിൽവർ ഫിനിഷിംഗ് ആണ് അല്ലേ. 2008 മോഡല് VXI ആണ്. ഇത് നമുക്ക് ഒരു ഉറുപ്പിട്ട് കൊടുക്കാം. 1 രൂപക്ക് അല്ലേ. ചെറിയൊരു പൈസക്ക് നമുക്ക് ഇതാവണു നല്ലൊരു കിഡ്ലം വാഗണർ, അതും VXI ഫുൾ ലോഡ് വണ്ടിയില്ല. അത് നമുക്ക് പവർ വിൻഡോ അടക്കം AC പോസ്റ്ററിങ് പവർ വിൻഡോ അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. 1 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു വണ്ടി, അതും ചെറിയൊരു പൈസക്ക്. മാരുതി സുസുക്കി XS4 അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന വണ്ടിയില്ല. അത് നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. വലിയൊരു വണ്ടി, നല്ല കംഫർട്ട്, യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. പക്ഷേ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് 1.30 കൊടുക്കാം. വെറും 1.30 പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ഫിറ്റ് ആണ്. ഫുൾ ബ്ലാക്ക് 28 വരെ പേപ്പറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയില്ല. അതൊരു KUV 100. അതൊരു കിഡ്ലം വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും എല്ലാം കിട്ടുന്ന ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന 17 മോഡല് 2.70 അല്ലേ. ഒരു 2 രൂപയ്ക്ക് ലോൺ ചെയ്തോളൂ ബഷീർക്ക. 2 രൂപ ലോൺ ചെയ്യാം. 14 രൂപ വണ്ടി ഇറക്കാം. LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ്. വെറും 2.70 അല്ലേ. 2.40 അല്ലേ. 2.70 അല്ലേ. 2 രൂപയ്ക്ക് ലോൺ ചെയ്യാം. 2 കിഡ്ലം ബീറ്റുകൾ ഉണ്ടോ. ഒന്ന് വൈറ്റ്. ഇതെങ്ങനെയാണ് ബഷീർക്ക മോഡൽ? വണ്ടിയും 12 ഇത് രണ്ടും 90 കൊടുക്കാം. വെറും 90 രൂപ കുറച്ച് കൊടുക്കണം. 1 രൂപ ചോദിക്കുന്നത്. 2 വണ്ടിക്കും 15 രൂപ നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഡീസൽ വണ്ടി നല്ല എഞ്ചിനും കാര്യമൊക്കെയാണ്. ഏകദേശം 14 മൈലേജും കിട്ടും. ഇതൊരു ഫാൻസി ടൈപ്പ് ആണ്. ഇത് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും ഉണ്ട് അല്ലേ. ദെൻ വീണ്ടും ഒരു 7 സീറ്റർ ആണ് നമ്മുടെ ടവേര. ഏകദേശം നമുക്ക് ഇത്രയും വലിയൊരു വണ്ടിയാണെങ്കിലും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണല്ലോ ബഷീർക്ക. ഏകദേശം നമുക്കൊരു 16-17 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വൈറ്റ് വണ്ടിയാണ്. ടാക്സിയിലൊക്കെ അത്യാവശ്യം നല്ല കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് മൈലേജ് കിട്ടുന്നതുകൊണ്ട് അല്ലേ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ബഷീർക്ക? അത് 1.40 പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് 1.40 ചെയ്യാൻ പറ്റും. അടുത്ത് വീണ്ടും ചെറുവാഹനാണ്. ഒരു സാൻഡ്രോ ഫുൾ ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ? 60,000 രൂപയ്ക്ക് നമുക്ക് 2007 മോഡല് വണ്ടി കൊടുക്കാം. വെറും 60,000 രൂപ കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പവർ വിൻഡോ ഉള്ള വണ്ടി. പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിക്കല്ല. ചെറിയ പൈസക്ക് 60 രൂപ കൊടുക്കാം. വെറും 60 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. 60,000 രൂപ. അത് നമ്മളൊരു ടയോട്ടന്റെ എത്തിയോസ് ആണ്. അത് നമുക്ക് വൈറ്റില് പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. 2015 മോഡല്. കേൾട്ടൻ ബിയിലെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. പക്ഷെ നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്.
എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ല എല്ലാം പക്കയാണ്. എത്ര ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. മൈലേജ് എത്ര ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 4.10 കൊടുക്കാം. വെറും 4.10. ഡീസൽ വണ്ടി. നമുക്ക് ലോണൊക്കെ ചെയ്തുകൂടാ? ലോൺ 3.5 കിട്ടും. 3.5 വരെ ലോൺ. 10 രൂപ വണ്ടി ഇറക്കാം. 60 രൂപയാണെങ്കിൽ വണ്ടി ഇറക്കാം. ടാക്സി ഓണർക്കും പ്രൈവറ്റ് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന വണ്ടി. ഇത് നമുക്കൊരു ടാറ്റ ഇൻഡിക വിസ്ത അല്ല, 2011 മോഡൽ. 11 മോഡൽ ഡീസൽ വണ്ടി. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. നമുക്ക് അത്യാവശ്യം നല്ല പിന്നെ മൈലേജും നല്ല സ്പേസ് ഒക്കെ വരുന്ന ഡീസൽ വണ്ടി. ശരിക്കും എത്ര രൂപ ചെയ്യാൻ പറ്റും? 1 ലക്ഷത്തിന് കൊടുക്കാം. 1 ലക്ഷം രൂപ കിട്ടാം. വലിയൊരു വണ്ടി നമുക്ക് 1 ലക്ഷം രൂപ ഉണ്ടാവും. ഇത് നമുക്കൊരു ഓൾട്ടോ K10 2012 മോഡൽ. 12 മോഡൽ വണ്ടി. ഇത് 1.5 നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും 5 രൂപ കൂടി കുറച്ച് കൊടുക്കാം. മഴയൊക്കെ ആളുകൾ പെരുന്നാളല്ലേ അല്ല, പെരുന്നാളാകുമ്പോൾ എല്ലാ വണ്ടിക്കും 5 രൂപ നമ്മള് കുറച്ച് തരാം അല്ല. അടുത്തൊരു 7 സീറ്റർ വാഹനമാണ് മാരുതി സുസുക്കി വേഴ്സ. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ? 2005 മോഡല്. സ്കൂളൊക്കെ തുറന്ന് കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ പറ്റും. 70 രൂപ കൊടുക്കാം. ഒരു 70 രൂപക്ക് ഒരു 7 സീറ്റർ വണ്ടി കൊടുക്കാം. ഈ ഒരു അംബാസിഡർ ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ? 2002 മോഡലാണ്. പക്ഷെ 2 ഓണർ ആയിട്ടുള്ളൂ. പേപ്പറൊക്കെ ഫുള്ള് എടുത്തിക്കണേ. ഇത് 80 രൂപ കൊടുക്കാം. സ്ലൈഡ് എഞ്ചിനും സൈഡ് എഞ്ചിൻ. സ്ലൈഡ് എഞ്ചിനാണ് 80 രൂപ കേട്ടാ. അടുത്തൊരു കിഡ്ലൻ സെന്നാണ്. ഇതെങ്ങനെയാണ് ബഷീർക്ക? ഇത് 60 രൂപ. 60 രൂപ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 10-22 മൈലേജ്. ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇൻഷുറൻസിന് തന്നെ 9,700 ആവും. അപ്പൊ നമുക്ക് പിന്നെ 60 രൂപ. ഇത് നമുക്കൊരു സിറ്റി ഡോൾഫിന്. നമുക്ക് എപ്പോഴും നല്ല സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ്. നമുക്ക് ഒരു വണ്ടി തന്നെ ഉള്ളൂ. അപ്പൊ സിറ്റി ഡോൾഫിൻ നോക്കണോല് വേഗം വന്നോളി. ഒറ്റ വണ്ടി എത്ര രൂപ കൊടുക്കാൻ പറ്റും? വെറും 90 രൂപ കേട്ടോ. അടുത്ത വീണ്ടും ഒരു കിഡ്ല ഒമ്നി വരുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല എസ്റ്റേറ്റ് നല്ല കിടുവായിട്ടുള്ള വണ്ടിയാണ്. 5 കൊല്ലത്തെ പേപ്പർ എടുത്തിക്കണേ. 2003 ആണ്. ഇത് അധികം ഓണർഷിപ്പ് ആയിട്ടില്ല. റീപ്ലേസ് ഒന്നുമില്ല. കാരിയർ കാര്യങ്ങളൊക്കെ 60,000 രൂപ കൊടുക്കാം. വെറും 60,000 രൂപയ്ക്ക്. അടുത്ത വീണ്ടും ഒരു തന്നെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? 2006 മോഡല്. 75 രൂപ കൊടുക്കാം. ന്യൂ ഷേപ്പ് ഒക്കെയാണ് വരുന്നത്. MPF എഞ്ചിനാണ് 75 രൂപ. അടുത്തതാണ് നമുക്കൊരു ഇയോൺ. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ? 2014 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് വെറും 170 കൊടുക്കാം. 170 1.5 മേലെ ലോൺ കിട്ടും. ലോൺ 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി 70 കിട്ടും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. അപ്പൊ അവിടെ കിഡ്ലൻ തന്നെ വീണ്ടും അത് നല്ല പേപ്പർ കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടി. KL11 രജിസ്ട്രേഷന്. ബഷീർക്ക് എങ്ങനെയായിരുന്നു മോഡലൊക്കെ വരുന്നത്? റിന്യൂവൽ എടുത്തിക്കണേ. സമയമുണ്ട്. 5 കൊല്ലം ടാക്സ് അടിച്ചിക്കണേ. ഇത് 50 റുപ്യക്ക്. വെറും 50 രൂപക്ക്. എപ്പോഴും പോണ വണ്ടിയാണ്. പക്ഷെ വണ്ടി കുറച്ച് 2000 മോഡൽ വേണില്ല. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പേപ്പർ എല്ലാം പക്കായിട്ട് വെറും 50 രൂപ. 50 രൂപക്ക്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു കോളീസ് പരിചയപ്പെടുത്തിയതാണ്. ഒരു വൈറ്റ് കോളീസ്. അല്ല കിഡ്ലൻ വണ്ടിയാണ്. 2004 12 മാസം വണ്ടി. 2004 12 മാസം വണ്ടി. സെൻട്രലൈസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇതിനൊക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ്. ശരിക്കും നമുക്ക് എത്രയായിരുന്നു? ആകെ 4 ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. ഇത് 270 കൊടുക്കാം. 13 വർഷമായിട്ട് ഒരാൾ കൊണ്ടുവരുന്ന വണ്ടിയാണ്. 3 വർഷമായിട്ട് 13 വർഷമായിട്ട് സിംഗിൾ ഒരാൾ കൊണ്ടുവരുന്ന വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി ഉണ്ട്. അടുത്തൊരു ഓൾട്ടോ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 2010 മോഡല്. ഈ ഡിസംബറിൽ പേപ്പർ തീരും. ഇത് 90 രൂപ. വെറും 90 രൂപയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഓൾട്ടോ കേട്ടോ. പേപ്പർ സമയമുണ്ട്. അടുത്തൊരു കിഡ്ല 800 ആണ്. 2003 മോഡല്. 35 രൂപ കൊടുക്കാം. വെറും 35 രൂപയ്ക്ക് പുതിയത്. പേപ്പറൊക്കെ പുതിയ എടുത്തിട്ട് വെറും 800 രൂപയ്ക്ക്. വെറും 30 രൂപയ്ക്ക്. അപ്പോൾ ബഷീർ ഖാൻ എടുത്തിരുന്നു. പെരുന്നാളിന് വേണ്ടി ഗംഭീര കളക്ഷനും മാക്സിമം വില കുറച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ ബഷീർ ഖാൻ? അപ്പൊ എല്ലാ വണ്ടിയിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ബഷീർ ഖാന്റെ വക. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള ഓലപ്പിടികയാണ്. പൂരപ്പയ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ്. അതായത് പരപ്പനങ്ങാടി തിരൂർ റൂട്ടിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ ഈ പെരുന്നാൾക്ക് നിങ്ങൾ വണ്ടി നോക്കുന്നവർ നേരെ നമുക്ക് സാധാരണക്കാരന് പറ്റിയ വണ്ടി, അത് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് നമ്മൾ ബഷീർ ഖാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ബഷീർ ഖാൻ സൈനിങ് ഓഫ്.